ഒന്നര ദിവസം മുമ്പ് നേരിട്ട് വെള്ളത്തിലിട്ട താമര വിത്തുകളാണ് ഈ കാണുന്നത്. 17 വിത്തുകളാണ് വെള്ളത്തിലിട്ടത്. അന്ന് 2 താന്നു പോയിരുന്നു, ബാക്കിയെല്ലാം പൊന്തി കിടന്നിരുന്നു. ഇപ്പോൾ ഇതാ ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ എത്ര എണ്ണം പൊന്തി കിടക്കുന്നുണ്ടെന്ന് നോക്കൂ. 5 പൊന്തി കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാം താന്നു പോയിരിക്കുന്നു. അപ്പോൾ ഉരച്ചുരച്ച് കഷ്ടപ്പെടാതെ നട്ടാലും കുറച്ച് വെള്ളം അതിനകത്ത് കയറുന്നുണ്ടെന്ന് മനസ്സിലായി. അകത്ത് വെള്ളം കയറിയിട്ടാണല്ലോ വിത്ത് താന്നു പോകുന്നത്, ഭാരം കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള കോട്ടിങ് പോയിട്ടില്ല, അപ്പോൾ അത്ര വീർത്ത് വരില്ല. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും മുളയ്ക്കുമെന്ന് നോക്കാം. ഉരച്ച് പുറന്തോ കവചം കുറച്ച് കളഞ്ഞിട്ട് നട്ട വിത്തുകൾ കുറച്ചെണ്ണം 4-ാം ദിവസം മുളച്ചു. പിന്നീട് മുളയ്ക്കുന്നതും കാണിച്ചു തരാം. ഇതിൽ 2 താമര വിത്തുകൾ മുളച്ചു വരുന്നത് കാണാം. ഒന്ന് ആദ്യത്തെ പരീക്ഷണമായിരുന്നു. നല്ല നീണ്ട ഒരു മുള കാണുന്നുണ്ട്. ഇല ഇതുവരെ വലിയതായിട്ട് വിടർന്നിട്ടില്ല. അതിന് വേരും വന്ന് കാണുന്നുണ്ട് ആദ്യം നട്ടതിന്. രണ്ടാമത് നട്ടതും അതുപോലെ വളർന്നിട്ടുണ്ട്, പക്ഷെ വേര് വന്നു തുടങ്ങിയിട്ടില്ല. ഇല പോലെയുള്ള ഭാഗം വെള്ളത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആ രണ്ടാമത്തെ ചെടിയുടെ കൂടെ നട്ട വിത്തുകളാണ്. ഒരു വിത്ത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്, മുള കണ്ടില്ലേ വളഞ്ഞു നിൽക്കുന്നത്. രണ്ടാമത്തത് മുളച്ച് കാണുന്നില്ല. രണ്ടും തമ്മിൽ വലിപ്പ വ്യത്യാസം നല്ലോണം ഉണ്ട്. അപ്പം എല്ലാം ഒരുപോലെ വരച്ചിട്ടുണ്ടാവില്ല, കാരണം 3 ആകുമ്പോൾ അടുപ്പിച്ച് ഒരു ദിവസം 3 അടുപ്പിച്ചപ്പോൾ വിരലിന് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ചെറുതിൻ്റെ വരയ്ക്കൽ കുറച്ച് കുറവായിരുന്നിരിക്കും. ഏതായാലും മുളയ്ക്കുന്നത് കണ്ടല്ലോ. ആ വിത്ത് വീർത്ത് വരുന്നത് വെള്ളം കയറിയിട്ടാണ്. അപ്പോൾ വെള്ളം കയറാനുള്ളൊരു സഹായം എന്ന നിലയിലായിരിക്കും ഉരയ്ക്കണം എന്നവർ പറയുന്നത്. താമര വിത്ത് മുളപ്പിക്കുന്ന വിധം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ വിത്തുകളൊക്കെ ഉരച്ച് അതിന് മുകളിൽ കാണുന്ന ആ കളറൊക്കെ കളഞ്ഞ് ശരിക്ക് ഉള്ളിലുള്ള വെള്ള നിറം കാണണം എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ അതൊന്നും പ്രായോഗികമല്ല. ഈ ചെറിയ വിത്തിട്ട് ഉരയ്ക്കുമ്പോൾ മിക്കവാറും വിരലിൻ്റെ തുമ്പൊക്കെ ഉരഞ്ഞ് ഒരു വഴിക്കാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ഒരു വിത്ത് പരീക്ഷിച്ചു, അത് നന്നായിട്ട് മുളച്ചു വന്നു. അത് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. പിന്നെ ഞാൻ 3 വിത്ത് ഉരച്ചു. 3 വിത്ത് അടുപ്പിച്ച് വരച്ചപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടി. വിരലൊക്കെ നല്ലോണം വേദനയായി. എന്നാൽ പിന്നെ ഇപ്പോൾ മടിയായി. ആ 3 വിത്തിൽ ഒരെണ്ണം മുളച്ചു, വേറെ ഒരെണ്ണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, മുളയ്ക്കുമെന്ന് വിചാരിക്കുന്നു. 3ാമത്തത് ഒന്നും കണ്ടില്ല. അപ്പോൾ ഏതായാലും ഇനിയൊരു 10-17 വിത്തുണ്ട്. ഇത് മുഴുവൻ വരച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ്. ഇപ്പോൾ ഏതായാലും തൽക്കാലം അതിനൊരു സന്തോഷം തോന്നണില്ല. അപ്പോൾ ഞാൻ ഇത് നേരിട്ടങ്ങ് വെള്ളത്തിലിട്ട് എങ്ങനെ ഇരിക്കും നോക്കാൻ പോവുകയാണ്. അതാണെങ്കിൽ കുറച്ച് സൗകര്യം ഉണ്ടല്ലോ. മറ്റത് ഈ 17 വിത്തും കൂടെ ഉരച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തെ പണിയായിരിക്കും. അടുപ്പിച്ച് ചെയ്തിട്ട് എന്തായാലും വിരലിൻ്റെ തുമ്പ് സാൻഡ് പേപ്പർ കൊണ്ട് ഉരഞ്ഞ്, അല്ലെങ്കിൽ ഇത് പിടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം വളരെ ചെറുതായതുകൊണ്ട് തെന്നിപ്പോവും. അപ്പോൾ ഒരു എളുപ്പപ്പണി ഒന്ന് നോക്കുകയാണ്. മുളയ്ക്കുകയാണെങ്കിൽ സൗകര്യമായി. പിന്നെ ദിവസവും വെള്ളം മാറ്റി കൊടുക്കും ഞാൻ. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള കളറാന്ന് തോന്നുന്നുണ്ട്, വെള്ളത്തിന് കളർ വരാറുണ്ട്. ഇതിപ്പോൾ പലതരം കളറുണ്ട്. 1, 2, 3, 4 തരം കളറുണ്ട്. ഇതിനി 4 കളറുള്ള പൂവുണ്ടാവുന്ന ചെടികളാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എങ്ങാണ്ട് റിവ്യൂവിലെങ്ങാണ്ട് എഴുതി കണ്ടു. പക്ഷെ അതൊക്കെ പറയണേനി ഒരു കൊല്ലം കഴിയണം എൻ്റെ അനുഭവം പറയണമെങ്കിൽ. കാരണം വിത്തുനിന്ന് താമരത്തൈ ഉണ്ടാക്കിയാൽ പൂടാൻ 2-ാം കൊല്ലം കൂടുമെന്നാണ് വെപ്പ്. ഇതിൻ്റെ ട്യൂബറുണ്ട്, വേര് പോലെയുള്ള കിഴങ്ങ് പോലത്തെ ഭാഗം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പൂട്ടയ്ക്കാവുന്നുണ്ട്. അതിപ്പോൾ എനിക്കിവിടെ കിട്ടാനില്ല, എന്താ ചെയ്യുക. അപ്പോൾ എനിക്കാകെയുള്ള വഴി ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്താണ്. കഴിഞ്ഞ തവണ ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്ത് പരീക്ഷിച്ചിട്ട് ശരിയായില്ല. ഇത് കണ്ടോ, ഞാനൊരു പാത്രത്തിലെടുത്ത് വിത്തുകളൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോൾ ഇതിൽ 2 വിത്തുകൾ മാത്രം മുങ്ങി കിടക്കുന്നുണ്ട്, കാണാം. 2 മാത്രം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണം, ബാക്കി എല്ലാം പൊങ്ങി കിടക്കുകയാണ്.
ഞാൻ ആദ്യം വായിച്ച ലേഖനത്തിൽ പറയുന്നത് പൊങ്ങി കിടക്കുന്ന വിത്തൊക്കെ കേടാണ്, കാര്യമില്ല, കളഞ്ഞേക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം പരീക്ഷിച്ചപ്പോൾ ചെയ്തത്. ഇത്തവണ ഒന്നും പരീക്ഷിക്കാൻ പോയില്ല. പിന്നെ ഇപ്പോൾ വായിച്ച ലേഖനത്തിൽ, അതായത് ഈ വിത്ത് വാങ്ങിച്ചപ്പോൾ അതിന് കൂടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പൊങ്ങിക്കിടക്കുന്ന വിത്തുകൾ എടുത്ത് കളയാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇതിൽ വേറെ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉരയ്ക്കാതെ പരീക്ഷിക്കുമ്പോൾ ഈ വിത്തുകളിൽ പുറമെ ഒരു കോട്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് താവാനും സാധ്യതയില്ല. എന്തായാലും ഞാൻ ഒരു ദിവസം കൊണ്ട് വിത്തുകൾ എടുത്ത് കളയാനൊന്നും പോകുന്നില്ല. ഞാനിത് ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും പരീക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു മാസം പരീക്ഷിച്ചു, അതിലും കൂടുതൽ സമയം വെള്ളത്തിലായിരുന്നു. ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത്തവണ ഇത് ഉരയ്ക്കാതെ കുറച്ചുണ്ടെങ്കിലും മുളച്ച് വരികയാണെങ്കിൽ സൗകര്യമാണ്. നമുക്ക് അത്ര അധികം താമരത്തെയൊന്നും ആവശ്യമില്ലല്ലോ, 1-2 ആവശ്യമുള്ളൂ. ഇപ്പോൾ 2 ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ പരീക്ഷണം ഇങ്ങനെയാക്കുന്നത്. ഇതിൽ ശരിക്കും ഇത്രയും വിത്തല്ല, ഇതിലും കൂടുതൽ വിത്തുണ്ടായിരുന്നു. വാങ്ങിച്ചപ്പോൾ കുറേ വിത്ത് ഞാൻ ഒരു സുഹൃത്തിന് കൊടുത്തു, അവിടെ ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞിട്ട്. കാരണം മുമ്പത്തെ പരീക്ഷണം പരാജയപ്പെട്ടുകൊണ്ട് ഇത്തവണ 2 സ്ഥലത്ത് പരീക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം. ഏതായാലും നോക്കാം. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഉപയോഗിക്കുന്നവർക്കൊരു സൗകര്യമാണ്. കാരണം വെള്ളത്തിൽ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടുതലെടുത്താലും അതാണല്ലോ എളുപ്പം.